Hi guys, this is my very first ഡെയിലി വ്ളോഗ്, നോട്ട് ഡെയിലി വ്ളോഗ്, ഓഫീസ് വ്ളോഗാണ്. ഇതാണ് എൻ്റെ ഓഫീസ്. ഇപ്പം കറൻറ്റ്ലി ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ആൻഡ് മീ മിസ് അനീന, ഞങ്ങളുടെ അസിസ്റ്റൻറ്റ് മാനേജറാണ്. ഇത് മെഹ്റുനീസ, ഇത്താന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. എന്താണ് പറയാനുള്ളത്? 2 വാക്ക് പറഞ്ഞോളൂ. പറഞ്ഞോ. ഓ മൈ ഗോഡ്, ആദ്യം തന്നെ കൊളാബാണ് അടിക്കുന്നത് കേട്ടോ. സോ നമ്മുടെ ഞാൻ എന്തായാലും അത് ഞാനിടും എന്തായാലും നമ്മുടെ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഐഡിയും കാര്യങ്ങളൊക്കെ ഇടാം. എല്ലാവരും ജസ്റ്റ് ഒന്ന് പോയിട്ട് ഫോളോ ചെയ്തോളൂ കേട്ടോ. സോ മെയിൻ ക്വസ്റ്റ്യൻ, എന്തിന് ഞാൻ വീഡിയോ തുടങ്ങി? അതൊരു വലിയ ക്വസ്റ്റ്യനാണ്. ആക്ച്വലി എനിക്കും അറിയത്തില്ല. ഈ കണ്ട ആൾക്കാരൊക്കെ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, എനിക്കും അങ്ങനെ ആകാം. ഓക്കെ, നമുക്കൊന്ന് ചെയ്തേക്കാം. എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ മുകളിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഓൾറെഡി കുറച്ച് റീലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടോളൂ, അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും, പോയി കണ്ടു നോക്കട്ടോ. ആൻഡ് ഓൾസോ വീഡിയോ കാണാൻ മറക്കരുത്, ഫുള്ളായിട്ട് കാണണം. എന്നിട്ട് തന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്തേ. കയ്യിൽ ചോക്ലേറ്റിൻ്റെ രൂപമൊന്നും കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഒരുമാതിരി പീഡിപ്പിച്ച ചോക്ലേറ്റാണ്. അനീനയുടെ ബർത്ത്ഡേ ആയിട്ട് ഗിഫ്റ്റ് കൊടുത്തതാണ്. ബട്ട് തിന്നാനുള്ള യോഗം നമുക്കാണ്. കാരണം അനീന ഷുഗർ കട്ടിലാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ തന്നെ തിന്നു. പകുതി ഞാനെടുത്തു, പകുതി ഇതാ ആ കാണുന്ന ആളെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു സാധനം കൂടി കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഗസ് ചെയ്യാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ദിസ് ഈസ് മക്കൻ. ഇത് ചീസി എന്തോ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ചേടാറോ എനിക്ക് മനസ്സിലാവണില്ല എങ്ങനെ വായിക്കണത്. പ്രൊനൗൺസിയേഷൻ എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. സോ നിങ്ങൾ വായിച്ച് എടുത്ത് എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കൂ. ഇതാണ് ആ സാധനം. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ഫ്ലേവറാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ബട്ട് ഇത് ഹെൽത്തിന് ഭയങ്കര നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നിങ്ങൾക്കറിയാമെങ്കിൽ അതും കൂടി മെൻഷൻ ചെയ്തോളൂ, അല്ലെങ്കിൽ കമൻ്റായിട്ട് ഇടൂ. അങ്ങനെ ഞാനൊന്ന് റീച്ച് ആവട്ടെ. ഞാൻ 2 ആഴ്ച പല്ലിലൊക്കെ ചോക്ലേറ്റ് പറ്റി കണ്ട് ഞാൻ പല്ല് ഏക്കാത്ത പോലെ നിങ്ങൾ തോന്നുന്നുണ്ടോ? പക്ഷേ ആക്ച്വലി ഞാൻ നല്ല വൃത്തിയും പനിയുള്ള ആളാണ്. ഇതിപ്പോൾ ചോക്ലേറ്റ് പറ്റിയത് കൊണ്ടുള്ള ഒരു ഫീലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ 2 ആഴ്ച ഷുഗർ കട്ടായിരുന്നു. സ്ട്രിക്റ്റ് ഷുഗർ കട്ട് എന്നൊക്കെ പറഞ്ഞാൽ സ്ട്രിക്റ്റ് ഷുഗർ കട്ട്. അതിൽ ചില ആൾക്കാർ എന്താ അവിടെ നിൽക്കുന്നത്, ഒരാൾ ഇവിടെ പുറകിൽ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം എൻ്റെ വീഡിയോയിൽ വരാതിരിക്കാൻ, കാരണം ഫേമസ് ആയി പോയാലോ അതിൻ്റെ ഒരു പേടിയുള്ളത് കൊണ്ട് ആൾ ഇങ്ങനെ സൈഡിൽ നിൽക്കുകയാണ്. ഞാൻ ഷുഗർ കട്ടിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. സ്ട്രിക്റ്റ് ഷുഗർ കട്ടിലായിരുന്നു 2 ആഴ്ച. ആൻഡ് ആ 2 ആഴ്ചയ്ക്ക് ശേഷം ഞാനിപ്പം എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പറ ചോക്ലേറ്റ്സാണ് തിന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് നോക്കൂ, ഒരു ഫുൾ ആ വലിയൊരു ഡയറി മിൽക്കിൻ്റെ ഞാൻ പിക്ചർ ഇതിനെ അറ്റാച്ച് ചെയ്യാം. ആ ഇത്രയും വലിയ ഡയറി മിൽക്കിൻ്റെ പകുതി ഞാനിപ്പോൾ തിന്ന് തീരാനായി. ഒരാൾ ആ സൈഡിൽ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കാം. ഞാൻ ഇത്രയും ദിവസം ഐ തിങ്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം 1.5 ആഴ്ചയായി. ഇതുവരെ എനിക്കൊരു ഡെയിലി വ്ളോഗ് ലൈക്ക് ഒരു വ്ളോഗ് കൈൻഡ് ഓഫ് ഇതൊന്നും എടുക്കണം തോന്നിയിട്ടില്ല. എൻ്റെ മെയിൻ പ്രചോദനം ആരാണെന്ന് ചോദിക്കും. ആരാണെന്നറിയാം? ഒന്ന് ഗസ് ചെയ്യാൻ പറയും, നിങ്ങൾക്ക് പറ്റും. കാരണം ആകെ ഈ വീഡിയോയിൽ 1-2 ആൾക്കാരെ മുഖം കാണിച്ചിട്ടുള്ളൂ. അതിലൊരാളാണ്, അതെ നമ്മുടെ ഇത്തയാണ് ഇതിനെല്ലാം പ്രചോദനം. ആൻഡ് ഇത്തയുടെ ഒറ്റ പ്രചോദനത്തിൻ്റെ ബേസിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇതെങ്ങനെയാവും എന്നൊന്നും എനിക്കറിയത്തില്ല. ചില സമയം ഞാൻ പോസ്റ്റ് ചെയ്യും, ചില സമയം പോസ്റ്റ് ചെയ്യത്തില്ല, അത് വേറെ കാര്യം. ബട്ട് എൻ്റെ പ്രചോദനമായ ഇത്തേക്ക് ഞാൻ 1000 പൂക്കൾ അർപ്പിച്ചുകൊണ്ട് തുടങ്ങുന്നു. ഈ വീഡിയോ വൈറലായാൽ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഞാൻ കുറച്ച് ഫേമസ് ആവും, അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഇത്തയുടെ വക ഒരു സജഷൻ ഉണ്ട്. വൺസ് ഞാൻ ഈ വീഡിയോ വൈറലാവുകയാണെങ്കിൽ ഗീവ് അവേ ചെയ്യണമെന്ന്. അത് കമൻ്റായിട്ട് ഇതിൻ്റെ അടിയിൽ രേഖപ്പെടുത്തുന്നതാണ് പറഞ്ഞത്. സോ ഒന്ന് ചെക്ക് ചെയ്യണം. ഇത്തയുടെ ഐ ഡി എനിക്ക് സത്യം പറയാൻ അറിഞ്ഞൂടാ. അത് ഞാൻ മെൻഷൻ ചെയ്യാം, അത് നിങ്ങൾ നോക്കൂ. എന്നിട്ട് ആ ഇത്തയുടെ ഐ ഡിയിൽ നിന്ന് വല്ല കമൻറ്റൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് നോക്കിയിട്ട് അതെനിക്ക് റിപ്ലൈ ആയിട്ട് നിങ്ങൾ അയക്കണം. ഓക്കെ, എല്ലാം നിങ്ങൾക്കാണ് പണി.